വെള്ളായണിക്കായലിൽ പോക്കുവെയിൽ വീണ് ഒഴുകുമ്പോൾ മത്സ്യബന്ധനത്തിലെത്തുന്ന മീൻ പിടിക്കാനുള്ള അത്യാധുനിക സംവിധാനങ്ങളുമായി എത്തുന്ന യുവാക്കൾക്കൊപ്പം പ്രദേശവാസികളായ യുവ മത്സ്യബന്ധകരും. ചൂണ്ടയാണ് ഇവിടുത്തെ ആയുധം. ചിലർ വല വീശി മീൻ പിടിക്കുന്നുണ്ട്. കായൽ വൃത്തിയാക്കാനായി യന്ത്ര സംവിധാനങ്ങൾ കായൽ വൃത്തിയാക്കിയപ്പോൾ ടൂറിസം വളർത്താനായി കായലിൻ്റെ ചെളി വാരി മാറ്റിയപ്പോൾ ഉയർന്ന മൺകുന്നുകൾ കാണാം. ഈ മൺകുന്നുകളും ഒരു ചെറുദ്വീപിൻ്റെ കാഴ്ചയുണ്ട്. ഇവിടെ പച്ച പുൽപ്പരപ്പ് വന്നു കഴിഞ്ഞാൽ ഇത് ഒരു ചെറുദ്വീപായി മാറുകയും ഇവിടെ കിളികൾ ചേക്കേറുകയും ചെയ്യും. പുഞ്ചപ്പാടം കായലായി മാറിയെങ്കിലും ഇവിടെയുള്ള ചേതോഹരമായിട്ടുള്ള ദൃശ്യങ്ങൾ വിനോദസഞ്ചാരികൾക്ക് കൺകുളിർക്കെ കാണാവുന്നതാണ്. ഓളപ്പരപ്പിൽ പ്രദേശവാസികളായ യുവാക്കൾ ചൂണ്ടയിടുന്നുണ്ട്. ചെറിയ ഒരു കാലത്ത് നിറയെ ചെന്താമര വിടർന്നു നിന്നിരുന്ന ഈ കായൽപ്പരപ്പിൽ അപൂർവമായി താമരയുടെ തുഷാര ബിന്ദുക്കൾ വീഴുമ്പോൾ ആടി വിളയുന്ന മനോഹരമായ താമരയിലകൾ അങ്ങനെ കാറ്റത്ത് തുള്ളിക്കളിക്കുന്നുണ്ട്. വിദൂരങ്ങളിലേക്ക് കള്ളിച്ചെല്ലമ്മയെ സിനിമയെ ധന്യമാക്കിയ ആ കടവ് കാണാം. കാക്കാമൂല കാർഷിക കോളേജിൻ്റെ ഫ്ലാറ്റുകളല്ല, കാർഷിക കോളേജിലെ അധ്യാപകർ മറ്റും താമസിക്കുന്ന ചെറിയ ബേക്കർ മോഡലിലുള്ള വീടുകളുടെ നിരയുടെ മുമ്പിലൂടെ ഒഴുകുന്ന കായൽ അങ്ങ് വിദൂരതയിൽ കാണാവുന്നതാണ്. ആ കാടുകൾ, വിദൂരങ്ങളിലെ കാടുകൾ മനോഹരമായ കാഴ്ച തന്നെ. ഏതായാലും കാഴ്ചകൾ കണ്ടു മയക്കാം നമുക്ക്. കടമനിട്ട വീണ്ടും ഓർമ്മിപ്പിക്കുന്ന പോലെ കാഴ്ചകൾ കണ്ടു നടക്കാം നമുക്ക്. കാഴ്ചകളാണ് ഇന്നത്തെ സായാഹ്നങ്ങളെ മനുഷ്യനെ വീണ്ടും ഉണർത്തുന്നത്. പലതരത്തിലുള്ള കാഴ്ചകൾ, ഗ്രാമീണ കാഴ്ചകൾ തേടി നഗരങ്ങളിൽ നിന്ന് പലരും എത്തുന്നുണ്ട്. നഗരങ്ങളിലെ മാളുകൾ മടുത്തു കഴിയുമ്പോൾ ലുലു മാളും അതുപോലെ തന്നെ യൂസഫ് അലിയുടെയും മറ്റുമായിട്ടുള്ള മാളുകളും, ലുലു മാൾ യൂസഫ് അലിയുടെ, അതുപോലെ തന്നെ മറ്റനേകം മാളുകളും തിരുവനന്തപുരത്തുനിന്നുണ്ട്. ട്രാവൻകൂർ മാളുണ്ട്. ഈ മാളുകളൊക്കെ മടുത്തു കഴിയുമ്പോൾ തിരുവനന്തപുര നിവാസികൾക്ക് ഒരു സായാഹ്നം ചെലവഴിക്കാനായി എല്ലാവിധത്തിലുള്ള പ്രകൃതി ദൃശ്യങ്ങൾ ഒരുക്കിയിരിക്കുന്ന ഒരു ചേതോഹരമായ ഭൂമി തന്നെയാണ് നമ്മുടെ ഈ തിരുവനന്തപുരത്തിൻ്റെ സ്വന്തമായ വെള്ളായണിക്കായൽ. വെള്ളായണി നിരവധി കവികളുടെ സ്ഥലമാണ്. അന്നും ഇന്നും നിരവധി കവികൾ ഈ മണ്ണിൽ വളർന്നിട്ടുണ്ട്. കർഷക സംസ്കൃതിയുടെ ഒരു അത്യുജ്വലമായ മാതൃക നമുക്കിവിടെ കാണാവുന്നതാണ്. വെള്ളായണി എന്ന് പറഞ്ഞാൽ കർഷകൻ്റെ ഭൂമിയാണ്, കർഷകൻ്റെ നാടാണ്. കർഷകൻ ഉഴുതു പറിക്കുന്ന വയലേലകൾ നമുക്ക് അപൂർവമായെങ്കിലും ഈ വെള്ളായണിയിൽ കാണാം. അത്രയ്ക്ക് ധന്യമാണ് ഈ ഭൂപ്രദേശം. ഈ ഭൂപ്രദേശത്തിൻ്റെ വശ്യഭംഗികൾ ഒപ്പിയെടുത്ത് ഇത് ടൂറിസത്തിൻ്റെ ഒരു ഈറ്റില്ലമാക്കി മാറ്റുവാൻ നമ്മുടെ മന്ത്രിസഭയിലെ ടൂറിസം വകുപ്പിൻ്റെ മേധാവികളും മന്ത്രിയുമെല്ലാം അക്ഷീണ യത്നം നടത്തുന്ന കാഴ്ചയാണ് ഈ ദിവസങ്ങളിലായി ഇവിടെ കാണുന്നത്. വൈകുന്നേരങ്ങളിൽ, സായാഹ്നങ്ങളിൽ ടൂറിസ്റ്റുകൾ, നഗരങ്ങളിൽ നിന്നെത്തിയ ടൂറിസ്റ്റുകൾ, പ്രത്യേകിച്ച് യുവാക്കൾ തമ്പടിക്കുന്ന ചൂണ്ടയുമായി മറ്റും വന്ന് അവർ മത്സ്യബന്ധനം നടത്തുന്ന, കളിക്കുന്ന തമാശയ്ക്കുമൊക്കെ മീൻ പിടിക്കുന്ന കാഴ്ചകൾ നമുക്ക് കാണാം. നിരവധിയായിട്ടുള്ള കാറുകൾ വരുന്നുണ്ട്. കൂടുതലും യുവാക്കളാണ്. യുവമിഥുനങ്ങളുണ്ട്, അതിൽ യുവ തുർക്കികളുണ്ട്, പ്രായ കക്ഷിഭേദമന്യുള്ള യുവാക്കളുടെ നിര. നമ്മൾ യങ്സ്റ്റേഴ്സ് എന്ന് വിളിക്കുന്ന ന്യൂജൻ ആണ് ഇവിടുത്തെ ഒരു ടൂറിസത്തിൻ്റെ
സാധ്യതകളെ കൂടുതൽ പ്രയോജനപ്പെടുത്തുന്നത്. വൈകുന്നേരങ്ങളിൽ അവർക്ക് ചിലപ്പോൾ മാളുകൾ മടുത്തിരിക്കണം, ലുലു മാളും ട്രാവൻകൂർ മാളും ഒക്കെ മടുത്തിരിക്കണം. അവർ ഇങ്ങനെ വെള്ളായണിയിലേക്ക് കാറിലും സ്കൂട്ടറിലും ബൈക്കിലുമൊക്കെ വന്ന് ഈ മനോഹരമായ തീരത്തെ ചേതോഹരമായ കാഴ്ചകൾ ആസ്വദിച്ച് മടങ്ങുന്ന കാഴ്ച ഈ സായാഹ്ന വേളകളിൽ ഈ സൂര്യൻ അങ്ങ് മറഞ്ഞിട്ട് അതിൻ്റെ വർണ്ണരശ്മികളാൽ വീണ്ടും ആകാശത്തെ തൊട്ടുണർത്തുന്ന സൂര്യൻ്റെ ചെന്താമര വർണ്ണമെന്നൊന്നും പറയാനാകില്ലെങ്കിലും സൂര്യൻ്റെ ഒരു പ്രഭ ഇതിടെ പൊട്ടിപിരിയുന്ന കാഴ്ച നമുക്ക് കാണാവുന്നതാണ്. നീലാകാശം വളരെ തെളിഞ്ഞിട്ടുണ്ട്, മഴ മാറിയിരിക്കുന്നു. കുളക്കോഴികൾ പിന്നെ അതുപോലെ തന്നെ മറ്റേ കുളക്കോഴി ഒന്നാണ്. പിന്നെ വേറൊരു രീതിയിലുള്ള ഒരു കോഴിയുണ്ട്. അങ്ങനെ ഒരു സായാഹ്നത്തിൻ്റെ ആസ്വാദ്യതയിലേക്ക് നഗരത്തിൻ്റെ തിരക്കിൽ നിന്നും തള്ളിൽ നിന്നും മാറി ഞാനും എത്തിച്ചേർന്നിരിക്കുകയാണ്. ഒരു തീർത്ഥാടകനായി, ഒരു പരിപ്രാജകനായി ഈ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ എൻ്റെ മനസ്സിനെയും കുളിർപ്പിക്കുന്നുണ്ട്. നഗരത്തിൽ ഞാൻ അനുഭവിക്കുന്ന വൈകുന്നേരങ്ങളിൽ ഞാൻ അനുഭവിക്കുന്ന കാഴ്ചകൾ, അനുഭവിക്കുന്ന കലാപരിപാടികൾ, അതുപോലെ എൻ്റെ സാംസ്കാരിക രംഗങ്ങൾ ഇവിടെ ഇല്ലെങ്കിൽ തന്നെയും ഇത് മറ്റൊരു മനസ്സിന് കുളിർമയേകുന്ന, മനസ്സിൻ്റെ ചക്രവാളങ്ങൾ വികസനമാക്കുന്ന മറ്റൊരു കാഴ്ച തന്നെയാണ്. വെള്ളായണിയിലെത്തുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്, വെള്ളായണി എന്ന് പറയുന്നത് ഒരു ടൂറിസത്തിൻ്റെ അഥവാ ഗ്രാമീണ കാഴ്ചയുടെ വശ്യ മനോഹരമായിട്ടുള്ള ഒരു ഭൂപ്രദേശം തന്നെയാണെന്ന് പറയാവുന്നതാണ്. ടൂറിസം വളർന്ന് പന്തലിക്കുന്ന, ടൂറിസം ഓളപ്പരപ്പുകളിൽ നിന്ന് ഗ്രാമീണ കാഴ്ചകളിലേക്ക് നഗരത്തെ വശീകരിച്ചു കൊണ്ടുപോകുന്ന ഈ കായൽപ്പരപ്പുകൾക്ക് നമുക്ക് നമോഭാഗം അർപ്പിക്കാം. ഈ കായൽപ്പരപ്പുകൾ ഒരുപക്ഷേ എന്നല്ല, യഥാർത്ഥത്തിൽ തന്നെ നഗരത്തിൻ്റെ തിക്കിലും തിരക്കിലും വിങ്ങിപ്പൊട്ടുന്ന മനസ്സുകൾക്ക്, അല്ലെങ്കിൽ നഗരത്തിൽ നിന്ന് ആശ്വാസത്തിൻ്റെ കുളിർത്തന്നെ തേടിയെത്തുന്ന ന്യൂജനൊപ്പം മുതിർന്ന പഴയ തലമുറയ്ക്കും ഒക്കെ ഈ ഓളച്ചാർത്തുകൾ നിത്യാശ്വാസം തന്നെ. ഈ ഓളച്ചാർത്തുകൾക്ക് മുമ്പിൽ നഗരത്തിൽ നിന്നെത്തിയ ഒരു തീർത്ഥാടകൻ്റെ നമോഭാഗം.